കോൺഗ്രസിന്റെ മുന്നണി മാറ്റ ചർച്ച വീണ്ടും സജീവമാക്കാൻ NDA UDF-മായി ജോസ് കെ മാണി 5 തവണ ചർച്ച നടത്തിയെന്ന് പാലായിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും മുന്നണി മാറ്റാൻ ചർച്ച നടത്തിയവരെ യഥാർത്ഥ സഖാക്കൾ വിശ്വസിക്കില്ല എന്നും ഷോൺ ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിയുടെ പാലായിലേക്കുള്ള വരവ് വെറുതെയാണ് എന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നീതിയും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും ജോസ് കെ മാണി ആരോപിച്ചു. പാറ പോലെ ഒലച്ചു നിന്ന കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. 4 പ്രാവശ്യം ചർച്ച നടത്തി, കുഞ്ഞാലിക്കുട്ടിയായിട്ട് ചർച്ച നടത്തി, വിവിധ UDF നേതാക്കളായിട്ട് ചർച്ച നടത്തി. എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയാൻ വേണ്ടി മാനസികാപ്പം തങ്ങളെ പോയി കണ്ടതിന് ശേഷമാണ് മുസ്ലിം ലീഗ് അതിന് ഇനിഷ്യേറ്റീവിന് പുറകെ പോയത്. മാത്രമല്ല ഒരു കാരണവശാലും മുന്നണി വിട്ടു പോകുകയായിരുന്നു റോഷി അഗസ്റ്റും എന്റെ രാജ്യം പ്രഖ്യാപിച്ചു. അതിന് റോഷി അഗസ്റ്റിന് അദ്ദേഹത്തിന്റേതായ ചില കാരണങ്ങളുണ്ട്, വിട്ടുപോയ പുള്ളിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ പണ്ടേ UDF-ന്റെ ഭാഗമായതിന് ഇലക്ഷന്റെ തലേദിവസം വരെ UDF പോയിട്ട് ചർച്ച നടത്തിയ ജോസ് കെ മാണിയെ CPM-മാർ എങ്ങനെ വിശ്വസിക്കും? അത് കുറെ പേര് സ്വാഭാവികമായിട്ട് മുന്നണി സ്ഥാനാർത്ഥി എന്നതിൽ കൂടെ കൂടുന്നവരെ ഇടതു മനസ്സ് ജോസ് കെ മാണിക്കൊപ്പമല്ല. പ്രധാനമന്ത്രി പല പ്രാവശ്യം കേരള സംസ്ഥാനത്ത് വന്നു ആവേശകരമായ അഭിവാദ്യമൊക്കെ ചെയ്തു പോയി. പക്ഷെ ജനങ്ങളൊക്കെ അന്നേരം ആഗ്രഹിച്ച് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് തരുമെന്നുള്ളതാണ്. ആദ്യത്തെ പ്രാവശ്യം വന്നു, ഒന്നും തന്നില്ല. ബഡ്ജറ്റ് വന്നു, കേരളം എന്നുള്ള പേര് പോലും ശ്രദ്ധിച്ചില്ല. കേരള സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ഒരു നീതിയും ലഭിക്കില്ല എന്ന് നമുക്കറിയാം. അഖിൽ കെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, സോണിയാഗാന്ധി അത്തരത്തിലൊരു ആശയവിനിമയം നടത്തി എന്ന വാർത്തയെ പോലും കേരള കോൺഗ്രസ് നിഷേധിക്കുകയാണ് ചെയ്തത്. ശരിയാണ്, വലിയ രാഷ്ട്രീയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നു. ഔദ്യോഗികമായി ഇതുവരെ കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഷോൺ ജോർജ് വീണ്ടും ആ വിഷയം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഷോൺ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് BJPക്ക് വലിയ സാധ്യത കൽപ്പിച്ചില്ലാത്ത മണ്ഡലമാണ് പാല എങ്കിൽ പോലും വലിയൊരു കടുത്ത മത്സരം, ഒരു ത്രികോണ മത്സരത്തിലേക്ക് പാല മാറിയിരിക്കുന്നു. അതോടുകൂടി തന്നെ ഈ വോട്ടുകൾ വലിയ രീതിയിൽ സമാഹരിക്കുക, എതിർ പാലങ്ങളിൽ എതിർ ശബ്ദങ്ങൾ, ഉയരുന്ന ശബ്ദങ്ങൾ, വോട്ടുകളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ്, അതൊരു തന്ത്രമായി തന്നെയാണ് എന്തായാലും ഷോൺ ജോർജ് ഇത്തരത്തിൽ ഈ ഒരു മുൻപ് വലിയ രീതിയിൽ ചർച്ച ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ അതിർത്തികൾ ഉണ്ടായിരുന്നു. അതായത് മുന്നണി മാറ്റ ചർച്ചകൾ ഉയർന്നപ്പോൾ വലിയ അതിർത്തികളൊക്കെ ഉയർന്നു എന്നാണ്. അപ്പോൾ ആ വിഷയം വീണ്ടും എടുത്തിട്ടുകൊണ്ട് അതിർത്തരെയൊക്കെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ് ഷോൺ ജോർജ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വളരെ ഗുരുതരമായ കാര്യമാണ്. അത് 4 തവണ കുഞ്ഞാലിക്കുട്ടിയും മറ്റ് നേതാക്കളുമായൊക്കെ തന്നെ ചർച്ച നടത്തി. അത് തനിക്ക് അറിയാമെന്ന കാര്യമാണ് പറയുന്നത്. ഒടുവിൽ ഈ കാപ്പൻ പോയി തങ്ങളെ പോയി കണ്ടു. ഒപ്പം തന്നെ ഈ ജയരാജും അതുപോലെ തന്നെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റും, ഈ 2 പേരും എതിർത്തതോടുകൂടിയാണ് ഇത് ഉപേക്ഷിച്ചത്. അല്ലെങ്കിൽ പണ്ടേ UDF-നൊപ്പം പോയനെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം പോലും ഇത്തരത്തിൽ UDF-മായി ചർച്ച നടത്തിയിരിക്കുന്ന ഒരാളെ എങ്ങനെ സഖാക്കൾ വിശ്വസിക്കും? ഈ CPM അവരെ വിശ്വസിക്കില്ല. അത് ഗതികേട് കൊണ്ട് കൂടെ നിൽക്കുകയാണ് എന്നൊരു ആരോപണമാണ് എന്തായാലും ഷോൺ ജോർജ് ഉന്നയിക്കുന്നത്. അതേസമയം നരേന്ദ്രമോദിയുടെ വരവിനെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ജോസ് കെ മാണി മണ്ഡലത്തിൽ പ്രചാരണങ്ങൾ നടത്തുന്നത്. ഈ നരേന്ദ്രമോദി ഇത്തരത്തിൽ പാലയിലേക്ക് വരും എന്ന അഭ്യൂഹങ്ങൾ വരുന്നതിനിടയിൽ കാര്യം ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും BJP-യുടെ ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ഈ ജോസ് കെ മാണി കേന്ദ്രത്തെ തന്നെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ വിമർശിക്കുന്നത്. കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. പ്രധാനമന്ത്രി വെറുതെ കേരളം നാട് കാണാൻ വരുന്ന പോലെ ഇവിടെ വന്ന് കണ്ടുപോവുക മാത്രമാണ് ചെയ്തത്. ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു കേന്ദ്രത്തിൽ. ബഡ്ജറ്റിൽ പോലും കേരളം എന്ന പേര് പോലും ഒന്ന് പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ലെന്ന ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും വീണ്ടും മണ്ഡലത്തിനുള്ളിൽ അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിലേക്ക് ആ ഒരു മുന്നണി മാറ്റം, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ ആ ഒരു പ്രശ്നങ്ങൾ, ആ വിഷയം വീണ്ടും എടുത്തിടുക എന്ന് പറയുന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ചോളം അത്ര നല്ല കാര്യമായിരിക്കില്ല. ആ ചർച്ച വീണ്ടും